ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കതിൻ്റെ ടെസ്റ്റ് വർക്കാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിക്കാനാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ രീതിയിൽ അഴിക്കാനാണ് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി കസ്റ്റമർ ത്രൂ പെയിൻറ്റ് വർക്ക്ഷോപ്പിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് അഴിച്ചു കൊടുക്കണേ. അവരാവശ്യപ്പെട്ട രീതിയിലാണ് അഴിച്ചാണ് കേട്ടോ. ഇപ്പോൾ ബാക്ക് മൺകാർഡ് എയർ ഫിൽറ്റർ ബോക്സൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചേസിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം തുരുമ്പിട്ട് ചേസ് മൊത്തം ഒടിഞ്ഞു പോയേക്കാണ്. ഈ സൈഡൊക്കെ തുരുമ്പിട്ട് മൊത്തം പോയേക്കാണ്. ഇത് വെൽഡിങ് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തൊന്ന് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഈ ഭാഗത്ത് രണ്ട് സൈഡും പോയിട്ടുണ്ട്. അത് കൂടാതെ ഈ അടിഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും അതിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തുരുമ്പിട്ടിരിക്കാതാണ്ട, ഈ വന്ന ഭാഗത്തൊക്കെ തുരുമ്പിട്ട് മൊത്തം പോയേക്കാം. അപ്പോൾ അതും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമൊക്കെ വേണം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം. അതിന് ശേഷം പെയിൻറ്റിങ്ങിലേക്ക് കൊടുക്കാനായിട്ട്. പിന്നെ അതിനകത്ത് 1-2 ഐറ്റംസ് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഫ്രണ്ടിലത്തെ മൺകാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട്, വൈസർ. ആ 2 ഐറ്റത്തിൻ്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിലിടാം. അപ്പോൾ അത് എന്തായാലും നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ടാണ്. പഴയത് ഏതെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐറ്റം അത്രയും റേറ്റ് കുറച്ച് കിട്ടും. കാരണം ഞാൻ പുതിയത് മേടിച്ച് കയറ്റേണ്ട ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുതിയതായിക്കോളും. ഫൈബർ ആയതുകൊണ്ട് പൊട്ടലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫ്രണ്ട് മൺകാർഡും വൈസറുമാണ്. ഈ 2 ഐറ്റമാണ് നമുക്ക് മേടിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അറേഞ്ച് ചെയ്യാം. എന്തെങ്കിലും കമ്പനി ഒറിജിനൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഓൾറെഡി കമ്പനി അത് സ്റ്റോപ്പ് ചെയ്തേക്കുന്ന ഐറ്റംസാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അഴിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കേബിളുകൾ, ക്ലച്ച് ബ്രേക്ക് കേബിളുകളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ സ്വിച്ച് ഐറ്റംസ്, ഇപ്പോൾ ബ്രേക്ക് സ്വിച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മീറ്ററിൻ്റെ ഈ ഒരു ഗ്ലാസും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ചു. അതായത് ഡിസ്പ്ലേ ഡിജിറ്റൽ മീറ്റർ കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഈ ഗ്ലാസ് മാത്രമായിട്ട് വന്ന കവർ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ച് കയറ്റുമ്പോൾ അതൊരു പുതുമയായിട്ട് ഒരു പുതിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഫോൺ സെറ്റ് അതേപോലെ ഫ്രണ്ടിലത്തെ ഫോർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്യുക. കാരണം ഞാൻ എന്തെങ്കിലും നമുക്ക് ഇതിന് അഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലേബറുണ്ട്. അപ്പോൾ ആ ലേബറിനകത്ത് നിങ്ങൾക്ക് ബാക്കിയത്തെ വർക്ക് വേണമെങ്കിൽ ചെയ്യാം. എൻജിൻ വർക്ക് ഒഴിച്ച് ബാക്കിയത്തെ ഏത് വർക്ക് വേണമെങ്കിലും അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാം. ചെയിൻ സ്പോക്കറ്റൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കൂട്ടത്തിൽ മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയിൻ സ്പോക്കറ്റോ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം നമുക്ക് കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ വീൽ റബ്ബർ അടക്കം മാറ്റി ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാം. ബാക്കിലത്തെ ബ്രേക്ക് നോക്കിയിട്ട് നമുക്ക് ലൈനർ കുഴപ്പമില്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബാക്കിലത്തെ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറയ്ക്കണം എന്നൊരു ഉദ്ദേശത്തിലാണെങ്കിൽ ഇതൊക്കെ സെക്കൻഡ് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ലതൊക്കെ മേടിക്കാം. ബാക്കിലത്തെ 2 ഷോക്ക് അബ്സർ മേടിക്കുമ്പോൾ 2 കൂടി മേടിക്കണം. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും നമുക്ക് കമ്പനിയായിട്ട് ഒറിജിനൽ തന്നെ മേടിച്ചു തരണം കേട്ടോ. മാറ്റണം. വയറിംഗ് ഒക്കെ ചെറുതായി കംപ്ലയിൻ്റ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഫോർക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഡസ്റ്റ് സീൽ ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് സീലൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് കൂട്ടത്തിൽ മാറ്റാം. അത് എസ്റ്റിമേറ്റിൽ ഞാൻ കാണിക്കുന്നില്ല. കാരണം നമുക്കത് അഴിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ മാറ്റിപ്പോൾ നമുക്ക് ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല. പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ കോൺസെപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരാം. ആ കൂട്ടത്തിൽ കൂടെ തന്നെ ചെയ്ത് തരാൻ നമ്മൾ തയ്യാറാണ്. അത് ഏകദേശം നമുക്ക് ആ വന്ന ലേബർ എല്ലാം കൊള്ളിച്ച് അത് ചെയ്യാം. പിന്നെ ഗ്രിപ്പ് കവറൊക്കെ എന്തെങ്കിലും നമുക്ക് കറക്റ്റാക്കി ഇടണം. സ്വിച്ച് ഐറ്റംസ്, വിങ്കർ സ്വിച്ച് ഇതൊക്കെ നമുക്ക് പുതിയത് ഇടേണ്ടി വരും കേട്ടോ. കാരണം അതൊക്കെ കറക്റ്റ് ആക്കാം. അപ്പോൾ ഏകദേശം നമുക്കത് മാറ്റേണ്ടി വരുന്ന ഐറ്റംസ് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. വൈസർ മൺകാർഡൊക്കെ ഓൾറെഡി കസ്റ്റമർ ത്രൂ റെഡിയാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് എടുത്ത് തരാണെങ്കിൽ അത് വാട്ടർ സർവീസൊക്കെ ചെയ്ത് ഓൾറെഡി പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് ആ രീതിയിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി വന്ന കേബിൾ ഐറ്റംസൊക്കെ നമുക്ക് കമ്പനി സാധനങ്ങൾ തന്നെ എല്ലാം ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് മാറ്റാം. ചെയിൻ സ്പോക്കറ്റ് അടക്കം കേട്ടോ. പിന്നെ വെൽഡിങ്ങൊക്കെ നമുക്ക് പുറമെ തന്നെ വർക്കാണ്. അത് നമുക്ക് പുറമെ കൊടുത്ത് ചെയ്യാം. പിന്നെയുള്ളത് പിന്നെ പറയാൻ പറ്റുക ഇഗ്നീഷ്യൻ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ ഈ സീറ്റ് ലോക്കൊന്നും പ്രോപ്പറല്ല. ബാക്കിൽ വന്ന ഈ സീറ്റ് ലോക്കിൻ്റെ ലെഗൊക്കെ പോയേക്കണം. അപ്പോൾ സ്വിച്ച് ഓൾറെഡി ചെറിയ ലൂസ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴും ഇതൊക്കെ ഓലായി പോയേക്കണതാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ആ ഐറ്റം നമുക്ക് ഓർഡറിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കമ്പനി ജെനുവിൻ പാർട്സ് നമുക്ക് കിട്ടും. അത് കയറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ പിന്നീട് തലവേദനയില്ലാത്ത രീതിയിലേക്ക് റെഡിയാക്കി വിടാം. പിന്നെ എയർ ഫിൽട്ടർ പ്ലഗ്, എയർ ഫിൽട്ടറൊക്കെ ഫുള്ള് പൊടി കയറി ബ്ലോക്കാണ് കേട്ടോ. നല്ല രീതിയിൽ ബ്ലോക്കായി പോയേക്കണതാണ്. അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ നമുക്ക് മാറ്റണം. പ്ലഗ് മാറണം, എഞ്ചിൻ ഓയിൽ മാറണം. കാർബേറ്ററിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ഞാൻ ഫുള്ള് പെയിൻറ്റിലേക്ക് കൊടുക്കണേക്കാളും മൊത്തം അഴിച്ചു വെച്ചേക്കാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബേറ്റർ കംപ്ലയിൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പെട്രോളൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് വെച്ചേക്കണേ. പെട്രോൾ ഊറ്റി കളഞ്ഞിട്ട് WD-40 അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് അത് കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാനായിട്ടാണ് നമുക്ക് ആ രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ നമുക്കതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഒരു 90% നമുക്കത് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാർബേറ്റർ അസംബ്ലി
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ മാറ്റേണ്ടി വരും കേട്ടോ. അത് നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ കാർബറേറ്റർ അസംബ്ലിയുടെ കേസ്. കാരണം ഇതാണ് കാർബറേറ്റർ അസംബ്ലി. ഞാനത് ഫുള്ളായിട്ട് ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് പെട്രോൾ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് WD-40 അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത് ഡാമേജ് വരാതിരിക്കാൻ. പക്ഷേ ഓൾറെഡി ഇപ്പോൾ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല. ഡാമേജ് ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ഓവർഫ്ലോ വരാണെങ്കിൽ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ സൈഡൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്, കിക്കറിൻ്റെ ഷാഫ്റ്റ് ഓയിൽ സീൽ ഉണ്ട്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓറിങ് ലീക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടണമായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. കാരണം ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പാർട്സുകളുടെ എമൗണ്ടൊക്കെ വരും. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത് എൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഇതെന്തെങ്കിലും ഓയിൽ മാറ്റണം നമുക്ക്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും അഴിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഫുൾ വർക്ക് ഇപ്പോൾ എഞ്ചിൻ്റെ കവറൊക്കെ അഴിച്ച് നമ്മളതിൻ്റെ ഓയിലൊക്കെ മാറ്റി സീലൊക്കെ മാറ്റി കൊടുത്തു എന്ന് കരുതുക. പിന്നീട് വെള്ളത്തിൻ്റെ പ്രസൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്നതുകൊണ്ട് നമുക്ക് ബാക്കിയത്തെ വർക്ക് ചെയ്യാം. പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ തന്നെ ഏതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോക്ക് അബ്സർ മേടിക്കുന്ന കേസ് ഓർക്കാം. ഷോക്ക് അബ്സർ എന്തെങ്കിലും മേടിക്കും, കംപ്ലൈൻ്റ് ആണ് ബാക്കിൽ കേട്ടോ. കാരണം ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റി പുതിയത് ഇടുന്ന സമയത്ത് ഷോക്ക് അബ്സർ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് കുറയും. അതുകൊണ്ടാണ് ഷോക്ക് അബ്സർ 1-2 സെക്കൻഡ് നല്ലത് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അതല്ലെങ്കിൽ കമ്പനി ആയിട്ട് നമുക്ക് മേടിച്ച് മാറ്റി സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഏകദേശം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അടുത്തൊന്ന് പറയണം ഏത് രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ തന്നെ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം എസ്റ്റിമേറ്റ് ആക്കിയാൽ മതി. അപ്പോൾ നോക്കിയിട്ട് വെറുതെ നമ്മളിപ്പോൾ കുറേ എഴുതി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഡാമേജ് ഉള്ള ഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺസെപ്റ്റൊക്കെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം. ഫോർക്ക് ഓയിൽ വിത്ത് ഓയിൽ സീൽ അതൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ലേബർ ചാർജ് എന്തായാലും നമുക്ക് അതിനകത്ത് വരും. പാർട്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ പിന്നീട് ആ പണി വരാതിരിക്കണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ചെയ്തു പോകാമെന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, തിരക്കില്ല. വണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ അഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. പിന്നെ ചെയ്സ് വെൽഡിങ്ങിൻ്റെ കേസ് വരുന്നുണ്ട്. അത് നമുക്ക് പുറമെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ ചെയ്യേണ്ട കേസാണ്. മേടിക്കേണ്ട ഐറ്റംസ് ഫ്രണ്ട് മൺഗാർഡ്, അതേപോലെ തന്നെ വൈസർ വന്ന ഭാഗം. ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് പുതിയത് നമുക്ക് സെറ്റ് ചെയ്യണം എന്തെങ്കിലും. കാരണം അല്ലെങ്കിൽ വെട്ടം ഇത് ഒരു അപാകതയായിരിക്കും, മൊത്തം ഫേഡായി പോയേക്കാൽ അതൊക്കെ ഒരു അപാകതയായിരിക്കും കേട്ടോ. ഷോക്ക് അബ്സർ, ഫ്രണ്ട് മൺഗാർഡ്, വൈസർ ഇതൊക്കെയാണ് നമുക്ക് സെറ്റ് ആക്കേണ്ടത്. എന്തായാലും വീഡിയോ കാണുമ്പോൾ കണ്ടുകഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാലേ ഞാനതനുസരിച്ച് ചെയ്യാം. ഓക്കെ.